കേരളത്തിലെ ദേശീയപാത 66-ൽ ഏറ്റവും കൂടുതൽ ടോൾ കളക്ട് ചെയ്യാൻ പോണ ബൂത്താണ് കോഴിക്കോട് ബൈപ്പാസിലുള്ള മാമ്പുഴ പാലത്തിനടുത്തുള്ള ബൂത്ത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസ് ഒരു 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ പല തരത്തിലുള്ള ടോൾ ഗേറ്റുകൾ അല്ലെങ്കിൽ ടോൾ ബൂത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. കേരള ആർക്കിടെക്ട് ഡിസൈൻ പ്രകാരമുള്ള ഈ ഒരു ദേശീയപാത 66 പുതുതായി നിർമ്മിക്കുന്ന 6 വരി പാതയിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ടോൾ ബൂത്തുള്ളൂ. കാണുമ്പോൾ തന്നെ എന്തോ ഭംഗിയേറിയോ, ഒരു അടിപൊളി ലുക്കിന് തനത് കേരള ശൈലി. ടോൾ ബൂത്തിൻ്റെ ഭാഗത്ത് അവസാന മിനുക്കപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാസ്ടാഗ് സ്കാനറും ഇവിടെ ചെറിയ സ്കാനറാട്ടോ, KNR വലിയ സ്കാനറാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയും KNRൻ്റെയും അതേപോലെ എല്ലാ റീച്ചിലും ഒരു ക്യാഷ് കൗണ്ടറും ബാക്കിയെല്ലാം ഫാസ്ടാഗ് ആണുള്ളത്. പ്രത്യേകം ഓർക്കുക, ഒരു ബൂത്ത് മാത്രമാണ് ക്യാഷിനുള്ളൂ, ബാക്കിയൊക്കെ ഫാസ്ടാഗ് ആട്ടോ. അതായത് ഒരു സൈഡിലോട്ട് പോകുന്ന ഒരു ഗേറ്റ് മാത്രമാണ് ക്യാഷ് കൗണ്ടർ ഉള്ളൂ. അത് വലിയ വാഹനങ്ങൾ പോകുന്ന ആ വീതിയുള്ള ട്രാക്ക് ഉണ്ടല്ലോ, അത് മാത്രമാണ് കൗണ്ടറായിട്ടുള്ളൂ. അപ്പോൾ തനത് കേരള ശൈലി, കേരള ആർക്കിടെക്ട് ആ ഒരു ഇതിലാണ് ഈ ഒരു ടോൾ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. സംഭവം ഏതായാലും അടിപൊളിയായി. ഒരുപാട് ടോൾ പ്ലാസകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ, അതിലൊരു ടോൾ ഗേറ്റ് പ്രത്യേക ഒരു ആർച്ച് പ്രകാരമുള്ള ഒരു ടോൾ ബൂത്താണ്. അതേപോലെ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ, അതിലെ ടോൾ ഗേറ്റ് ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ നമ്മൾ KNR ഉണ്ടാക്കിയത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോൾ ഗേറ്റാണ്. പിന്നെ ഒരുപാട് ടോൾ ബൂത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു കേരള ആർക്കിടെക്ട്, ആ കേരളത്തിൻ്റെ തനത് ശൈലിയിലാണ്. അതൊക്കെയാണ് വണക്കല്ല, നമസ്കാരം, സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഏതായാലും ആ ഒരു ഇതിൽ ഇത് തലപ്പാടി ആ ഒരു ഭാഗത്ത് കൊണ്ടുവരേണ്ടത്, അതായത് കേരളത്തിലോട്ട് ഇങ്ങോട്ട് കടക്കുമ്പോഴുള്ള ആദ്യത്തെ ആ ടോൾ ബൂത്ത് ആ ഒരു ഇതായിരിക്കണം. അല്ലെങ്കിൽ ആ കവാടത്തിൻ്റെ അവിടെ ഇതേപോലത്തെ ഒരു കേരള തനത് ശൈലി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആ വരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി ഒന്ന് മജ കൂടും. പിന്നെ ഈ സൈഡിൽ 5 ട്രാക്ക്, ഇത് ഫുള്ളായിട്ട് ഇല്ല കേട്ടോ, ആ സൈഡിലാണ് ഫുള്ളായിട്ട് ക്രോസ് ആയിട്ടുള്ളത്. ഇവിടെ പകുതിയുള്ളൂ. കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളാണ് സ്വാഗതം ചെയ്യുന്നത്. ആ ഒരു സ്വാഗതം ചെയ്യുന്ന ഫോട്ടോ കണ്ടില്ലെങ്കിൽ KNR ഒക്കെ ഇത് കാണും. ഈ ഒരു ഭംഗി, അല്ലെങ്കിൽ ആരാണ് ഡിസൈൻ ചെയ്തത്, നാഷണൽ ഹൈവേ അതോറിറ്റി ഡിസൈൻ ചെയ്തതാണോ അല്ലെങ്കിൽ KMC കമ്പനി സ്വയം ഡിസൈൻ ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും സംഭവം ഒരു രക്ഷയിൽ അടിപൊളിയായിട്ടുണ്ട്. ഇത് റൂഫാട്ടോ, ആ ഒരു റൂഫ് ചെയ്തുകൊണ്ടാണ് ഒന്നും കൂടി ഒന്ന് മൊഞ്ച്. പിന്നെ കേരളത്തിൻ്റെ ആ ഒരു തനത് ശൈലി ഇതാണ്. ഞാനൊരു റീൽസിലേക്ക് ഒരുപാട് ആൾക്കാർ ഇത് വേറെ എന്തൊക്കെയോ ചിത്രീകരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ തനത് ശൈലി, കേരള ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഇതിനാണ്. ഇപ്പോൾ നമ്മളെ പൊന്നാനി പള്ളി, അതേപോലെ പഴയ പള്ളി, മുസ്ലിം പള്ളികളൊക്കെ എടുത്ത് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്റ്റാണ് കാണാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ ഒരു ആർക്കിടെക്ട് അതാണ്, കേരള തനത് ശൈലി അതാണ്. പൊന്നാനി പള്ളിക്കലും അതേപോലെ ചെരുമാൻ ജുമാ മസ്ജിദ്, അങ്ങനത്തെ പഴയ പള്ളിക്കൊക്കെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് വർഗീയവൽക്കരിക്കേണ്ട, ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം കേട്ടോ. ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ചുരുക്കം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും അറിയാത്ത കേരള തനത് ശൈലി, കേരള ആർക്കിടെക്റ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും സംഭവം പൊളിച്ച് ഒരു രക്ഷയിലെ അടിപൊളി. റെസ്റ്റ് റൂം, അതേപോലെ ഓഫീസ്, വൈറ്റ് ബ്രിഡ്ജിൻ്റെ പണികളൊക്കെ അതിൻ്റെ ആ മിനുക്കപ്പണികൾ മാത്രമാണ് ബാക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഉള്ളിൽ ആ ഒരു പ്ലംബിംഗ് പണികളും മറ്റൊക്കെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോൾ ഗേറ്റ് ഈ സൈഡിൽ 5ഉം ആ സൈഡിൽ 5ഉം 5 ട്രാക്ക് വീതമുള്ള ടോൾ ഗേറ്റാണ് കോഴിക്കോട് ബൈപ്പാസിൽ വന്നിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. 10 ട്രാക്ക് കേട്ടോ, 2 സൈഡിലോട്ടും 10 ട്രാക്ക്. KNRൻ്റെ പിന്നെ ഒറ്റ ലൈനിലാണെന്നുള്ളൂ. ഏതായാലും റൂഫ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കളറും ആ വർക്കും, ആരാണ് വർക്ക് ഏറ്റെടുത്തത് അറിയില്ല. ഏതായാലും സംഭവം സെറ്റ്. ഈ റൂഫ് എങ്ങനെയുണ്ട്, അടിപൊളി പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ. അടിപൊളി റൂഫ് കേട്ടോ. ഈ ഒരു റൂഫ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പയനീർ എന്ന് പറയുന്ന കമ്പനി കേട്ടോ. അവരെ ഓടാണ് ഇതിലിട്ടിട്ടുള്ളത്. റൂഫിൻ്റെ വർക്ക് അവരാണ് ചെയ്തിട്ടുള്ളത്. അവരപ്പോൾ കോഴിക്കോട് ഓഫീസ് ഉണ്ട് തോന്നുന്നു. ഏതായാലും പയനീർ എന്ന് പറയുന്ന കമ്പനിയുടെ ഓടാണ് അല്ലെങ്കിൽ ടൈലാണ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്. സംഭവം രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഫ്ലാറ്റുകൾക്കൊക്കെ മൊഞ്ച് കൂട്ടാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. Started in India in 2008 by experienced professionals in the building material industry with strong expertise in providing roofing solutions, Pioneer set new standards. We would love to be part of yours. Let's together create a sustainable tomorrow. ഏതായാലും സുഹൃത്തുക്കളെ, സംഭവം സെറ്റ്, ഒരു രക്ഷയില്ല. ദേശീയപാത അതോറിറ്റി ഇതേപോലെ പല സ്ഥലത്തും പല വെറൈറ്റി ടോൾ ഗേറ്റുകൾ കൊണ്ടുവരട്ടെ. കേരളത്തിൽ ഏതായാലും ഇതൊരു സംഭവമായിട്ട് മാറും. കാരണം പുറത്തുള്ള ആളുകളൊക്കെ ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് എന്തായാലും ഒന്ന് നിർത്തുമല്ലോ, ഒരു ബ്രേക്ക് പോയിന്റും കാര്യങ്ങളും അതേപോലെ ചായ കുടിക്കാനൊക്കെ നിർത്തുമ്പോൾ അവരൊരു ഫോട്ടോ എടുത്തുകാണ്ട്
സ്റ്റോറി ഇടാൻ ചാൻസ് ഉണ്ട്. കേരളത്തിൻ്റെ ആ ഒരു ആർക്കിടെക്റ്റും കാര്യങ്ങളല്ലേ. അപ്പോൾ എന്തായാലും ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ടോൾ ഗേറ്റ് തന്നെയാകും കോഴിക്കോട് ബൈപ്പാസിലുള്ള ടോൾ ഗേറ്റ്. പിന്നെ മാമ്പുഴ പാലത്തിൻ്റെ ആ സൈഡിലുള്ള പാലത്തിൻ്റെ കോൺക്രീറ്റ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ടോൾ ഗേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിൽ നമ്മളെ ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്യാൻ പോകുന്ന ടോൾ ഗേറ്റാണ് കോഴിക്കോട് ബൈപ്പാസിലുള്ളത് കേട്ടോ. അതായത് ഭാവിയിൽ ഒന്നുകൂടി കൂടും. കാരണം നമ്മളെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന് ചേരുന്നത് ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് വയനാട് അതേപോലെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ടോൾ കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ പ്രതിദിനം 50 ലക്ഷം 40 മുതൽ 50 ലക്ഷം രൂപ വരെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടുത്തെ ടോൾ പിരിവ് പ്രതീക്ഷിക്കുന്നത്. അതായത് 40 മുതൽ 50 ലക്ഷം വരെ. അപ്പോൾ ഓരോ ദിവസം വൈകും തോറും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നഷ്ടം നിങ്ങൾ ആലോചിച്ചാൽ മതി, എത്ര പോരെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അതായത് 40 മുതൽ 50 ലക്ഷം വരെ പെർ ഡേ ടോള് കളക്ട് ചെയ്യാൻ പോകുന്നൊരു ബൂത്താണ് ഈ ബൂത്ത് കേട്ടോ. ടോൾ ഗേറ്റിൻ്റെ ആ സൈഡിലും ഈ സൈഡിലും അതേപോലെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ ആ ഭാഗത്തും മാത്രമാണ് ഇനി കുറച്ച് പണികൾ ബാക്കിയുള്ളൂ. മഴ ഉള്ളതുകൊണ്ടാണ് കുറച്ചൊരു സ്ലോ കേട്ടോ. മഴ അങ്ങോട്ട് മാറിക്കാന്നുണ്ടെങ്കിൽ പണികൾ ഒന്നും കൂടി സ്പീഡാകും. അപ്പോൾ ഒരു മാസം നേരം വൈകിക്കാന്നുണ്ടെങ്കിൽ അതോറിറ്റിക്ക് കിട്ടാനുള്ള പൈസ എത്രയാണ് കുറവ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ എത്ര പോരെ പൈസ കളക്ട് ചെയ്യും കേരളത്തിലെ മൊത്തം ടോൾ പ്ലാസയിൽ നിന്ന്. ഏറ്റവും കൂടുതൽ ടോൾ പിരിക്കാൻ പോകുന്നത് ഈ ഒരു കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ ഗേറ്റിൽ നിന്നായിരിക്കും. രണ്ടാമത് പിരിക്കാൻ പോകുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ നിന്നായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ അരൂര് അല്ലെങ്കിൽ കുമ്പളം. പക്ഷേ കുമ്പളത്തിനായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അരൂരായിരിക്കും. കുമ്പളം ടോൾ ഗേറ്റ് എടുത്തു ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട് പണി തുടങ്ങുമ്പോൾ. ഏതായാലും ബാക്കിയുള്ള ടോൾ ഗേറ്റിൽ പൈസ മോശമാവുന്നല്ല. ഈ ഒരു ഭാഗത്ത്, അതായത് മലപ്പുറം കോഴിക്കോട് ഭാഗത്താണ് വാഹനങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് റോഡുകളിൽ. അതായത് ദീർഘദൂര യാത്രക്കാർ എങ്ങനെയായാലും ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത്. അത് ഞാൻ പറഞ്ഞതല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ആൾക്കാർ പറഞ്ഞതല്ല, എൻ്റെ നാടിന് ഞാൻ പൊന്തിച്ച് പറയല്ല കേട്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ബ്ലോക്ക് ഹൈലൈറ്റ് മാളിലോട്ട് പോകുന്ന വാഹനങ്ങൾ, അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായല്ലോ, ചെറുതായിട്ടൊന്ന് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആ മണ്ണ് ഇങ്ങോട്ട് കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിക്കൂടെ ഹൈലൈറ്റ് മാളിലോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാൻ പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് അവിടെ 2 ട്രാക്കായിട്ട് മാറി. ദീർഘദൂര യാത്രക്കാർക്ക് അങ്ങനെ നേരിട്ട് പോകുമ്പോൾ സ്ലോ ആയിട്ടേ പോകണുള്ളൂ. ഇന്ന് സൺഡേ ഉച്ചയ്ക്ക് ശേഷം, അതായത് 3 മണിക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ബ്ലോക്ക് കാണാൻ പറ്റും. ബ്ലോക്കൊക്കെയാണ്, മെട്രോൻ്റെ മുന്നിലൊക്കെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ. അപ്പോൾ നമ്മളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടോൾ കളക്ട് ചെയ്യാൻ പോകുന്ന ബൂത്തുകൾ ഒന്ന് ഇതും, ഒന്ന് വെട്ടിച്ചിറയും, പിന്നെ അതേപോലെ അരൂര് എലിവേറ്റഡ് ഹൈവേ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ടോൾ പ്ലാസ ഉണ്ട്, അതിലായിരിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നു. ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സംഭവം ഒരു രക്ഷയില്ല. ബൈപ്പാസ് ആയിട്ട് ഓപ്പൺ ആയിക്കാന്നുണ്ടെങ്കിൽ ദീർഘദൂര യാത്രക്കാർക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിൽ ആ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അതായത് ആ 2 വരി ആയപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ നമ്മളെ ടോൾ പ്ലാസയുടെ ഭാഗത്ത് മാമ്പുഴ പാലത്തിൻ്റെ ആ പണി നടക്കുന്നുണ്ട്, അത് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെയുണ്ട്. ഈ വൈകുന്നേര സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. പിന്നെ നമ്മൾ അറുപുഴ പാലത്തിൻ്റെ ഭാഗത്ത് നിലവിലുള്ള പാലം ഇതുവരെ ടാർ ചെയ്തിട്ടില്ല, അത് വീതി കൂട്ടുന്ന പണികൾ, അപ്പുറത്ത് പൈലിംഗ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പിയറിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് പണികൾ മാത്രമാണ്. ഏതായാലും ഒരു മാസം കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യാനായിരുന്നു പ്ലാന്. മഴ പെയ്തപ്പോൾ പണി ഒന്നും കൂടി നേരം വൈകി. എന്തായാലും 2 മാസം കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു 28 കിലോമീറ്റർ നീളമുള്ള കോഴിക്കോട് ബൈപ്പാസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും കോഴിക്കോട് ബൈപ്പാസ് അല്ലടാ, ഇത് നാഷണൽ ഹൈവേ NH66ആണ്. അതായത് എന്തായാലും ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, ഈ ഒരു 28 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു ഭാഗത്ത് ഒറ്റ ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമാണ് വന്നിട്ടുള്ളത്. FOB ഒന്ന് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു സ്കൂളിന് മുമ്പിലാണ്, ആ സൈഡിലൊരു സ്കൂളുണ്ട്. ഇത് മൊത്തത്തിൽ കാസ്റ്റിംഗ് ചെയ്തിട്ട് ആ സ്റ്റീലിൻ്റെ പണികൾ മൊത്തം കഴിച്ച് നേരെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി വെച്ചതാട്ടോ. ഏതായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ക്യാനാറും വെക്കാൻ പോണത്. ഇങ്ങനെ എവിടെയെങ്കിലും ചെയ്ത് വെച്ചിക്കാണ്ട് ഒരു സുപ്രഭാതത്തിൽ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിക്കാണ്ട് ഇവിടെ വെക്കേണ്ടി കിട്ടുമോ എന്ന് പറയും. ഏതായാലും മീഡിയകൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. മറ്റേ ഊരാളുങ്കൽ ഇങ്ങനെയല്ല കേട്ടോ വെച്ചിട്ടുള്ളത്. ഊരാളുങ്കൽ ആ ഒരു കാലും അതേപോലെ കോൺക്രീറ്റ് ബാരിയറിന് കണക്കാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ കുറച്ചൊരു ആ ഒരു കാല് കോൺക്രീറ്റ് കൊടുത്ത് അതിൽ വീതി കൂട്ടി. ഇവിടെ ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ ആ സൈഡും ഈ സൈഡും നല്ല ഹൈറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബാരിയർ കൊടുത്തിട്ടുള്ളത്. ഇനി ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അത് വെച്ചാൽ ഒന്നും കൂടി ഉഷാറായി. അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചൈനേജ് നമ്പറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ മാംഗ്ലൂർ സൈഡ് ആ മംഗലാപുരം കഴിഞ്ഞതിന് ശേഷമാണ് ചൈനേജ് നമ്പർ 1 എന്ന് അടയാളപ്പെടുത്തിയിരുന്നത്. ഇനി നമ്മളെ തലപ്പാടി, അതായത് ഊരാളുങ്കലിൻ്റെ റീച്ച് ആരംഭിക്കുന്ന കേരളത്തിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ബോർഡുണ്ടല്ലോ, അവിടെ മുതൽ ഇനി 0.
അതാണ് ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റ് കേട്ടോ. കേരളത്തിലെ NH66 സ്റ്റാർട്ടിംഗ് പോയിന്റ് അതാണ്. നമ്മളെ ഭാഗത്തുള്ള ചൈനേജ് നമ്പറിലൊക്കെ മാറ്റം വരുത്തുന്നതാണ്. ഇതേപോലത്തെ ഒരു മാർക്കിംഗ് ഉണ്ടാവും ചൈനേജ് നമ്പറിന്. ചൈനേജ് നമ്പർ അടയാളപ്പെടുത്തൽ നിർബന്ധമാണ്. അത് എല്ലാ കമ്പനിയും അടയാളപ്പെടുത്താതെ പോകില്ല. അപ്പോൾ ചൈനേജ് നമ്പറിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തുടക്ക ഭാഗത്തു നിന്നാണ് 1 അല്ലെങ്കിൽ 0 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. 0, 1, 2, 3, 4 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമ്മൾ രാമനാട്ടുകര ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണിക്കേണ്ട, പണികളെല്ലാം കഴിഞ്ഞതാണ്. രാമനാട്ടുകര ഭാഗത്തൊക്കെ കണ്ടങ്ങൾ എന്താല്ലേ, സർവീസ് റോഡ് 2 വരി, അതായത് ആ സർവീസ് റോഡിൽ മാർക്കിങ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞോളി, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തള്ളാണെന്ന് തോന്നിപ്പോകും. ഇതൊക്കെയാണ് എന്താല്ലേ ലങ്കി മറയുന്ന കോഴിക്കോട് ബൈപ്പാസ്. 1, 2, 3, 4, 5, 6, 7, 8 വരി. ആ സർവീസ് റോഡിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ 8 വരിയുള്ളൊരു റോഡ് മുതലൻ്റെ കേട്ടോ സംഭവം. ആദ്യത്തെ 2 വരിപ്പാതയുടെ ആ ഒരു പഴയ വീഡിയോ കിട്ടുമോ നോക്കേണ്ടി ഞാൻ. കിട്ടിക്കാന്നുണ്ടെങ്കിൽ ഇപ്പത്തെ റോഡും അപ്പത്തെ റോഡും രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ കിളി പാറും. ആ ബസ് പോയതുണ്ടെങ്കിൽ അങ്ങനെയാണ് എക്സിറ്റ് ആകേണ്ടത്. രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കോഴിക്കോട് എയർപോർട്ട്, ഇനി കരിപ്പൂർ എയർപോർട്ടിലോട്ട് പോകുന്ന വാഹനങ്ങളും കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകുക. അവിടെ ഒരു കണ്ടെയ്നറിൽ 2 ടിപ്പർ കണ്ടെങ്കിൽ ഇലക്ട്രിക് ടിപ്പറാട്ടോ, ആർക്കാണ് എന്നറിയില്ല. ആ ഒലക്ട്ര എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് അവിടെ ലോറിയിൽ കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹൈവേ തുറന്നതുകൊണ്ട് രാമനാട്ടുകര ഫ്ലൈ ഓവർ അതിൻ്റെ അടിയിലുള്ള ഗതാഗതക്കുരുക്കിന് ചെറിയൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തൊണ്ടയാട് പന്തീരങ്കാവും ചെറുതായിട്ടൊരാക്കുണ്ട് കേട്ടോ. പന്തീരങ്കാവിൽ ഡ്രെയിനേജിൻ്റെ പണികൾ ബാക്കിയുണ്ട്, അതിങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇതും ഇല്ലാത്തത് തൊണ്ടയാടാണ്. തൊണ്ടയാട് പിന്നെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. ഈ പീക്ക് ടൈമിലൊന്നും പറയാത്തല്ലത്, അതായത് വീക്കെൻഡ് സമയത്തൊക്കെ നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ KNR കമ്പനിയുടെ റീച്ചിലോട്ട് കടക്കുകയാണ്. ഇവിടെ നിന്നാണ് KNRC എന്ന കമ്പനിയുടെ റീച്ച് ആരംഭിക്കുന്നത്. രാമനാട്ടുകര നിസ്രി ജംഗ്ഷൻ മുതൽ വളാഞ്ചേരി ആദവനാട് പഞ്ചായത്ത് ഓഫീസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഏകദേശം ഒരു 100 മീറ്റർ, അതായത് കഞ്ഞിപ്പുര എത്തുന്നതിൻ്റെ മുമ്പ് വരെയാണ് KNR കമ്പനിയുടെ 1ാമത്തെ റീച്ച്. അവിടെ ആ ഒരു കൂരാട് ലാൻഡ് സ്ലൈഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന റീച്ച് 1ാമത്തെ റീച്ച് ആണ്. രാമനാട്ടുകരയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എൻട്രി ആകുന്ന പോയിൻ്റാണ്. ആ കറക്റ്റ് പോയിന്റിൽ ഒരു വണ്ടി നിർത്തിക്കണ നോക്കിയാണ്. ആ മെർജിങ് പോയിന്റിലൂടെ വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ആ വെള്ളക്കാർ കണ്ടാ ഒറ്റയടിക്കും കെട്ടന്നെ കയറ്റി, അങ്ങനെ കയറ്റിയെടുത്തിട്ട് ആ റോഡിലൂടെ ഇങ്ങനെ മെല്ലെ സ്പീഡ് കൂട്ടി കൊണ്ടുപോയിക്കാണ്ട് ആ ഒരു ഡോട്ടുള്ള ലൈൻ വന്ന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ഡോട്ടുള്ള ലൈനിൻ്റെ ഭാഗത്ത് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. എന്താണ് മച്ചാമാരെ, നമ്മൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരാ മാറില്ലേ? നമ്മളത് കണ്ടുകൊണ്ടാണ് വരും തലമുറയും കണ്ടു പഠിക്കാനുള്ളത്. അത് ഓർമ്മയിലുണ്ടായിക്കോട്ടെ. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുക്കണമെന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈ സ്വീഗെയിൻ. ജയ് ഹിന്ദ്.